കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഇത്രയും പേർക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന ആരും നമുക്ക് എന്തെങ്കിലും ലഭിക്കുമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ദൈവത്തോടുള്ള ആ സ്നേഹവും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതുകൊണ്ടും ആണ് നമ്മൾ ഈ ലൈനിൽ ഇതുപോലെ ആയിരിക്കുന്നത്. ദൈവം തരുന്ന സമാധാനത്തിന് സന്തോഷത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഞാൻ ഓരോ പ്രാവശ്യവും പറയുമ്പോൾ ഓരോ തീമുകളാണ്. ഒരിക്കൽ ദൈവവചനത്തെക്കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞപ്പം ഹൃദയത്തെ പറ്റി പറഞ്ഞു, ഭർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ഓരോ ഓരോ തീം ഇത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ നാവിനെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞത് പിന്നെ ആത്മാവിൻ്റെ ഫലങ്ങൾ അതെങ്ങനെ പുറപ്പെടുവിക്കാമെന്നുള്ളത്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നമ്മുടെ നാവിനെ കുറിച്ചാണ്. അതിനാധാരമായിട്ട് 141 സങ്കീർത്തനത്തിന്റെ 3 വാക്യം ഞാനിവിടെ വായിക്കുന്നു. യഹോവേ, എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരങ്ങളെ കാക്കണം. ഈ വചനത്തിനായിട്ട് നമുക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, വചനം നിന്റേതാണ്. അത് വിഭജിച്ച് തരേണ്ടത് കർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. എൻ്റെ വാക്കുകളൊന്നും അവിടെ കടന്നു വരുവാൻ ഇടയാകരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണം. പറയുന്ന എനിക്കും കേൾക്കുന്ന ജനത്തിനും അത് ഒരുപോലെ അനുഗ്രഹമായി തീരേണ്ടതിന് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നീ അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഈ വചനത്തെ യഹോവേ എൻ്റെ ഇതൊരു എന്താണ്, ഒരു ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ദാസന് ദാവീദ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്കാണ്. ദൈവമക്കളെ, ഇതായിരിക്കണം നമ്മുടെ ഓരോ ദിവസത്തെ പ്രാർത്ഥന. നമ്മുടെ ആദരദ്വാരത്തിനൊരു കാവൽ നിർത്തി നമ്മളെ കാക്കണമെന്നുള്ളത്. മറ്റുള്ളവർക്ക് കേൾക്കുന്നവർക്ക് ഹിതകരമല്ലാത്ത വാക്കുകൾ സംസാരിക്കുവാൻ നമ്മളെ ഇടയാകരുത്. പലപ്പോഴും നമ്മുടെ നാവാണ് ലോകത്തിലെ വൻ വിനകളൊക്കെ വരുത്തി വെച്ചിട്ടുള്ളത്. ഈ നാവാണ്. ഈ നാവിനെ പറ്റി യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന അതൊരു തീയാണ്, കാട് കത്തിക്കുന്ന തീയാണ്. അതാ ജോൺ ഐസക് പറഞ്ഞു, അതുകൊണ്ടാണല്ലോ ഈ തീയെ വെള്ളത്തിലിട്ടിരിക്കുന്നത്. കാരണം വായിക്കകത്ത് കിടക്കുന്ന നാവ് എപ്പോഴും മോയിസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എന്നാൽ പോലും നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാത്തപ്പോൾ പലപ്പോഴും നമുക്ക് അതിനെക്കുറിച്ചുള്ള ദുഃഖമുണ്ട്. നമ്മൾ അയ്യോ അത് പറയണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും സങ്കീർത്തനങ്ങളിൽ നിന്നും ലേഖനങ്ങളിൽ നിന്നും പ്രോവർബ്സിൽ നിന്നൊക്കെ കൂടിയാണ്, ദൈവത്തിൻ്റെ വചനം മാത്രമേ ഇതിനകത്തെടുത്ത് ഇത് പറയുന്നുള്ളൂ. ഇയ്യോബിൻ്റെ പുസ്തകം 31:1 നമുക്കൊന്ന് വായിക്കാം. 2:10. വാക്യം കാണാതറിയാം, എടുത്തു വായിക്കാം. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാൻ ഒരു കന്യയെ നോക്കുന്നത് എങ്ങനെ. എൻ്റെ നാവ് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മളും അത് തന്നെ പറയണം. നമ്മുടെ നാവ് നമ്മൾ ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്താൽ പിന്നെ മനുഷ്യൻ്റെ തരത്തിലുള്ള വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കത്തില്ലെന്ന്. 2:10 പറയുന്ന, ഞാൻ എൻ്റെ കണ്ണുമായിട്ടൊരു നിയമം ചെയ്തിരിക്കുന്നു, പിന്നെ ഒരു സ്ത്രീയെ ഞാൻ നോക്കുന്നു. അങ്ങനെ നമ്മുടെ നാവ് ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ, ദൈവത്തിന് വിട്ടുകൊടുത്ത നാവ് പിന്നെ അശുദ്ധി സംസാരിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല. അതാണ് ഇവിടെ പറയുന്നത്. യാക്കോബ് അപ്പോസ്തലന് പിന്നെ യാക്കോബിൻ്റെ അധ്യായം 3:6 പറയുന്നത് നാവ് ഒരു തീയാണ്. നാവ് ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതിയുടെ രോഗമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. കണ്ടോ? അത് അപ്പോസ്തലന് അതിനെപ്പറ്റി നാവ് ഒരു തീയാന്ന്. ഒരു വലിയ കാട് കത്തിക്കാനായിട്ട് ഒരു തീപ്പൊരി മതി. ഒരു തീപ്പൊരി കടന്നു എന്നിട്ടാണ് വലിയ വൻ കാട് കത്തിക്കുന്നത്. അപ്പൊ ആ വൻ തീയെപ്പോലെയാണ് ഈ നാവിനെ അപ്പോസ്തലനായ യാക്കോബ് ഇവിടെ ഉപയോഗിച്ചത്. അതിൻ്റെ 5-ാം വാക്യത്തിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നാവൊരു ചെറിയ അവയവമെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു. ഒരു തീപ്പൊരി അങ്ങോട്ട് ചെന്ന് ഉണങ്ങിക്കിടക്കുന്ന ഒരു കരിയിലയിലേക്ക് വീണ് കഴിയുമ്പോൾ അത് കത്തിയിട്ട് വലിയൊരു കാട് കത്തുന്നു. നമ്മൾ കാലിഫോർണിയയിലും അവിടെ ഇവിടെയൊക്കെ കണ്ടു. ആ കാട് അങ്ങോട്ട് കത്തിക്കഴിഞ്ഞാൽ
എത്രയോ എത്രയോ ഫയർ ഫൈറ്റേഴ്സ് വന്നിട്ടാണ് അതിൻ്റെ ആ തീ അണയ്ക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാവ് ഉപയോഗിച്ച് നമ്മൾ പറയുന്ന ഓരോ കാര്യമാണ് പിന്നീടുള്ള പകയ്ക്കും പിണക്കത്തിനും ഈ യുദ്ധങ്ങളൊക്കെ ആണ് ഉണ്ടാകുന്നത്. ഇത് നാവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നാവിന് വളരെ പവറുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും അത് സൂക്ഷിച്ച് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് വളരെ വൻ കാട് കത്തിക്കുന്നതാണ്. നമ്മൾ അനുഭവിക്കുന്ന സകലവിധമായ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ നാവ് തന്നെയാണെന്ന് ദൈവത്തിന്റെ വചനമാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 26:63 ഞാൻ വായിക്കാം. യേശുവോ മിണ്ടാതിരുന്നു. ചില യേശുവോ സാഹചര്യങ്ങളിൽ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെ അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക മതി എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. അതെ സിസ്റ്റർ, ഞാൻ അവിടെ ഉദ്ദേശിച്ചത് യേശുവോ മിണ്ടാതിരുന്നു. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന എല്ലാത്തിനും നമ്മൾ ഉത്തരം പറയും. നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ നമ്മുടെ ആ ശാന്തത അത് വളരെ പവർഫുള്ളാണ്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്. നമ്മളോട് അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഒരാളോട് നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അത് നമ്മുടെ ബലഹീനതയല്ല, അതൊരു വലിയ പവർഫുൾ വെപ്പണാണത്, ഈ നിശബ്ദത എന്ന് പറയുന്നത്. അത് നമ്മുടെ കർത്താവാണ് നമുക്ക് ഉദാഹരണം. കർത്താവ് പോലും മഹാപുരോഹിതന്റെ അടുത്ത് എന്ന് കഴിഞ്ഞിട്ട് അവർ കുറ്റം ചുമത്താനാണ് ചോദിച്ചത്. നീ ഇതാണോ അതാണോ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? അവിടെ ഉത്തരം പറഞ്ഞില്ല, മിണ്ടാതിരുന്നത്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ മിണ്ടാതിരിക്കുമ്പോൾ അത് വളരെ പവർഫുള്ളാണ്. നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ പവർഫുള്ളാണ് നമ്മൾ മിണ്ടാതിരിക്കുന്നത്, നമ്മുടെ നാവ് ഉപയോഗിക്കുന്നത്. അടുത്തത് സങ്കീർത്തനം 39:1 പറയുന്നു, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. അത് ദാവീദിന്റെ ഒരു സമർപ്പണമാണ്. അവിടെ ഞാൻ ഇങ്ങനെ ചെയ്യും, നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ. നമുക്ക് ശരീരം കൊണ്ട് മാത്രമല്ല, കൈകാലുകൾ കൊണ്ട്, ശരീരം കൊണ്ട് പാപം ചെയ്യുന്നതിനേക്കാൾ വലിയ പാപം നാവ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഒരുത്തനെ ഉപദ്രവിക്കാനും ഒരുത്തനെ കൊല്ലുവാനും നാവ് കൊണ്ട് കൊല്ലുവാൻ സാധിക്കും മനുഷ്യനെ. അതുകൊണ്ടാണ് ഇവിടെ ദാവീദ് പറഞ്ഞിരിക്കുന്ന ഈ സമർപ്പണം പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ നാവിനെ സൂക്ഷിക്കുന്ന കടിഞ്ഞാണ്. അത് നമ്മൾ ബുദ്ധിപൂർവമായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നാവിനെ കടിഞ്ഞാനിട്ട് സൂക്ഷിക്കുക എന്നുള്ളത്. അത് മറ്റാരും വന്ന് സൂക്ഷിക്കത്തില്ല, നമ്മൾ ബോധപൂർവമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനെ നമ്മൾ ഒരിക്കലും ലഘുവായിട്ട് എടുക്കരുത്. ദൈവത്തിന്റെ വചനത്തിൽ ഇത് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രോവർബ്സ് 18:20-21 നമുക്കൊന്ന് വായിക്കാം. വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരങ്ങളുടെ വിളവ് കൊണ്ട് അവന് തൃപ്തി വരും. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. കണ്ടോ, ജീവനും മരണവും നാവിന്റെ അധികാരത്തിലിരിക്കുന്നെന്ന്. ഒരു മനുഷ്യനെ കൊല്ലുവാനും ഒരു മനുഷ്യനെ ഉത്തേജിപ്പിക്കുവാനും ഒരു മനുഷ്യനെ ഉയർത്തുവാനും ഈ ചെറിയ നാവ് കൊണ്ട് നമുക്ക് സാധിക്കും. ഇത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് നമ്മൾ ഒരു മനുഷ്യനെ നിരാശയിലേക്ക് താഴ്ത്തുന്നത്. എന്ന് പറഞ്ഞ് 2 പിള്ളേർ പോയി സൂയിസൈഡ് ചെയ്തെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? മാനസികമായിട്ട് വിഷമിച്ച് നാവ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരം അവർക്ക് പിന്നെ മുന്നോട്ട് പോകുവാൻ കഴിവില്ലെന്ന് വരുമ്പോഴാണ് അങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. ഇതിൻ്റെ എല്ലാം മെയിൻ കാരണം എന്ന് പറയുന്നത് നാവാന്നിവിടെ. നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് സൃഷ്ടിക്കാൻ, ഒരു മനുഷ്യനെ പണിയാൻ നമുക്ക് ഇടിച്ചു കളയുവാനും അവനെ നശിപ്പിക്കുവാനും നമുക്ക് പറയും. ദൈവമക്കളെ, ഈ ഗോസിപ്പ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വിചാരിക്കും അതുകൊണ്ട് വലിയ ദൂഷ്യങ്ങളൊന്നുമില്ലെന്ന്. പക്ഷെങ്കിൽ ഈ ഗോസിപ്പ് കുടുംബജീവിതത്തെ തകർത്ത് കളയാനായിട്ട്, വ്യക്തി ജീവിതത്തെ തകർക്കാനായിട്ട്, ഈവൻ സൂയിസൈഡിലേക്കൊക്കെ വരെ നയിക്കുന്ന എന്താണ്? ഈ ഗോസിപ്പൊക്കെയാണ്. അത് നമ്മൾ ബോധപൂർവം നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കാൻ പഠിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപദേശിക്കുന്നത്.
അടുത്തത് മർക്കോസിന്റെ സുവിശേഷം 11:23 നമുക്കൊന്ന് വായിക്കാം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംശ- സംഭവിക്കുമെന്ന് ആരെങ്കിലും തന്റെ വിശ്വസിച്ചുകൊണ്ട് ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഉണ്ടാവും. ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യമാണ് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ നാവിന്മേൽ ദൈവം നമുക്ക് എത്രമാത്രം അധികാരം, നാവിന് ശക്തി തന്നിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കണം. ഇത് കർത്താവിനെ ആ, ആ, ഉയർപ്പിച്ച ആ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മിൽ വസിക്കുന്നത്. നമ്മിൽ വസിക്കുന്ന ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉപയോഗിച്ച് നമ്മൾ നാവിൽ കൂടി സംസാരിക്കുമ്പോൾ അവിടെ അത്ഭുതം നടക്കുക എന്നാണ് പറയുന്നത്. ആ നാവ് നമ്മൾ വളരെ ക്രമീകരിച്ച്, വളരെ വിശുദ്ധിയോടെ നാവ് നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത് മറ്റു മനുഷ്യർക്കും ദൈവത്തിനും പ്രയോജനപ്പെടത്തുള്ളതുകൊണ്ട്. കർത്താവ് ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി. ഇതെല്ലാം വാക്കുകൾ ഉപയോഗിച്ചാണ്. വാക്കാണ് ദൈവം ഉപയോഗിച്ചത്. കാരണം ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ഇതൊക്കെ ഉണ്ടാകട്ടെ, ഉളവാകട്ടെ എന്ന് ദൈവം സംസാരിച്ചത് വാക്കുകൾ കൊണ്ടാണ്. വാക്കുകൾ കൊണ്ട് സംസാരിച്ചിട്ട് മനുഷ്യനെ മാത്രമേ ദൈവം കൈകൊണ്ട് സൃഷ്ടിച്ചുള്ളൂ. ബാക്കിയെല്ലാം വെളിച്ചമുണ്ടാകട്ടെ, ഭൂമിയിൽ ജന്തുക്കൾ ഉണ്ടാകട്ടെ എന്നെല്ലാം പറഞ്ഞ് എല്ലാ സംഗതിയും ദൈവം ഉളവാക്കിയതെല്ലാം സംസാരം കൊണ്ടാണ്, വാക്കുകൊണ്ടാണ് ദൈവം എല്ലാം ഉളവാക്കിയത്. എന്നിട്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ജീവശ്വാസം മനുഷ്യന്റെ ഉള്ളിലേക്ക് കൊടുത്തപ്പോൾ അവൻ നാവെടുത്ത് സംസാരിച്ച ആ ദൈവത്തിന്റെ ശ്വാസമുള്ള നാവ് കൊണ്ടാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് സംഭവിക്കുന്നത്. മക്കളെ, നമ്മൾ സംസാരിക്കുന്നത് സംഭവിക്കും. ഒരു കുഞ്ഞിനെ കുറിച്ചോ ഒരു തലമുറയെക്കുറിച്ചോ നമ്മൾ ഒരിക്കലും ദൈവത്തിന് ഹിതകരമല്ലാത്ത സംസാരിക്കാൻ പാടില്ല. നീ അങ്ങനെയാണ്, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന ആ വ്യക്തി, ആ കുഞ്ഞിനെ പിന്നീട് ഒരു കാരണവശാലും അവർ നന്മ അനുഭവിക്കാൻ സാധിക്കത്തില്ല. കാരണം മാതാപിതാക്കൾ ശപിച്ചാൽ അത് കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. അവർ ഫ്രൂട്ട്ഫുൾ ആകണമെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാനച്ചൻ പാസ്റ്റർ എൻ്റെ വചനം കേട്ടല്ലോ. ഇസഹാക്ക് അനുഗ്രഹിച്ചതാണ് യാക്കോബിന്റെ ജീവിതത്തിൽ വന്നത്. യാക്കോബ് അനുഗ്രഹിച്ചതാണ് അവന്റെ മക്കളുടെ ജീവിതത്തിൽ വന്നത്. അതുപോലെ നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറയെ നമ്മൾ അനുഗ്രഹിക്കുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം നമ്മൾ അനുഗ്രഹം സംസാരിക്കാൻ വേണ്ടി നമ്മുടെ നാവിന്മേൽ ദൈവം അനുഗ്രഹം തന്നിട്ടുണ്ട്. അത് നമ്മൾ ദൈവമക്കൾ നമ്മൾ സംസാരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളോട്. അപ്പോഴാണ് സങ്കീർത്തനം 34:13 നമുക്കൊന്ന് വായിക്കാം. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അതരത്തെയും കാത്തുകൊള്ളുക. നാം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ കഴിഞ്ഞ പറഞ്ഞല്ലോ, വ്യാജം പറയുന്നത്. നമ്മൾ ഈ ഗോസിപ്പൊക്കെ പറയുമ്പോൾ ഓർക്കും അതൊന്നും ഒരു സാരമില്ലാത്ത സംഗതിയാണ് എന്ന്. പക്ഷെ അത് വളരെ വളരെ ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മ നമ്മളെ ഓർമ്മിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വാക്യം എടുത്ത് വായിക്കുന്നില്ല. മിരിയാമും അഹരോനും മോശയ്ക്ക് വിരോധമായിട്ട് സംസാരിച്ചു. കൂശശ്രീ മോശയുടെ ഭാര്യ നിമിത്തം ദൈവം അവിടെ അടങ്ങിയിരുന്നില്ല. കാര്യം അവർ പറഞ്ഞത് ശരിയായിരുന്നെന്നുണ്ടെങ്കിലും മോശയും അഹരോനെയും മിറിയത്തെയും വിളിച്ച് മോശയോട് കൂടെ നിർത്തിയിട്ട് പറഞ്ഞു, എൻ്റെ ദാസനായ മോശയ്ക്ക് എതിരായിട്ട് സംസാരിക്കാൻ നിങ്ങൾക്ക് ഭയം തോന്നാതിരുന്നത് എന്തെന്ന്. മിറിയം അവിടെ കുഷ്ഠരോഗിയായിട്ട് മാറിയതായിട്ട് നമ്മൾ കാണുന്നു. ഈ ഗോസിപ്പ് നമ്മൾ മറ്റുള്ളവർക്ക് വിരോധമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് ലഘുവായിട്ട് തോന്നുന്നെങ്കിലും ദൈവം അത് ലഘുവായിട്ട് എടുക്കുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്. പ്രോവർബ്സ് 15:4 നമുക്കൊന്ന് വായിക്കാം. നാവിന്റെ ശാന്തത ജീവവൃക്ഷമെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ വക്രതയോ മനോവ്യസനവും.
പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ലേ, നമ്മൾ ഈ വാക്കൊന്ന് പറയണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞ വാക്കുകൊണ്ട് മറ്റുള്ളവരെ നമ്മൾ മുറിപ്പെടുത്തി അത് നമുക്ക് തന്നെ ദോഷമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ട്, അയ്യോ ഞാനത് പറയണ്ടായിരുന്നു, അല്ലെ അങ്ങനെ സംസാരിച്ചത് തെറ്റായി പോയെന്ന്. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ആം, ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോനിൽ കൂടെ നമ്മളോട് പറയുന്നത്. പിന്നെ നമുക്കിനി അടുത്ത ഒരു കാര്യം പറയും, യാക്കോബിന്റെ ലേഖനം 1:26. അതിനെപ്പറ്റി ഇവിടെ ഈ ആത്മീയ അഹങ്കാരത്തെ പറ്റിയാണ്. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. ആ, ആത്മീയ അഹങ്കാരത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. ഞാൻ മറ്റുള്ളവരെക്കാൾ അവനേക്കാൾ ഞാൻ മിടുക്കനാണ്, അല്ലെ ഞാൻ അവനേക്കാൾ ഭക്തനാണ്. പുറമേ എല്ലാവർക്കും ഭക്തി കാണിക്കാനായിട്ട്, എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ അകത്തടങ്ങളെ പരിശോധിക്കുന്നവൻ ദൈവമാണ്. ഹൃദയത്തിനുള്ളിൽ കൂടി കടന്നു പോകുന്നത് ദൈവമാണ് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പക വെച്ചുകൊണ്ട്, നമ്മൾ പിണക്കം വെച്ചുകൊണ്ട്, നമ്മൾ കാപട്യത്തോടെ സംസാരിക്കരുതെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ നമ്മളെ ബുദ്ധിപദേശം തരികയാണ്, യാക്കോബ് അപ്പോസ്തലനെ കൂടെ. പത്രോസിന്റെ ലേഖന 1 പത്രോസ് 2:22, 23 നമുക്കൊന്ന് വായിക്കാം. 22. അവൻ പാപം ചെയ്തിട്ടില്ല. 1 പത്രോസ് 22 എന്നാൽ 1 പത്രോസ് സത്യം 2:22, 23. 1 പത്രോസ് 2:22, 23. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവങ്കൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഇതാണ് ഞാൻ മുകളിൽ നേരത്തെ പറഞ്ഞത്. മഹാപുരോഹിതന്റെ അടുത്ത് ചെന്ന് കർത്താവ് ചെന്ന് നിന്നപ്പോഴേക്ക് ശകാരിച്ചിട്ട് കർത്താവ് പിന്നെ അവരെ പകരം ശകാരിക്കാനൊന്നും നിന്നൊന്നുമില്ല. നമ്മളും അതുപോലെ നമ്മളെ മറ്റുള്ളവർ ദോഷമായിട്ട് പറയുമ്പോൾ നമ്മൾ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ദൈവം അവിടെ നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ പോയാൽ ദൈവം അവിടെ പ്രവർത്തിക്കത്തില്ല. എന്നാൽ നമ്മൾ നമ്മുടെ നാവിനെ അടക്കി വെച്ചാൽ ദൈവം അവിടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ കൂടെ. പ്രോവർബ്സ് 29:11 വായിക്കാം. മൂഢൻ തന്റെ കോപത്തെ മുഴുവൻ വെളിപ്പെടുത്തുന്നു, ജ്ഞാനിയോ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. നമ്മൾ പരിജ്ഞാനത്തോടെ നമ്മുടെ നാവിനെ ഉപയോഗിക്കണമെന്നാണ് ഇവിടെ. നമ്മൾ ഈ കോപം എല്ലാം വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ എടുത്തെടുത്ത് സംസാരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. അങ്ങനെ നമ്മൾ സംസാരിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഇവിടെ ഓർപ്പിക്കുന്നത്. നമ്മൾ കോപം വരുന്ന ഉടനെ എല്ലാം എടുത്ത്, ഇപ്പം ജ്ഞാനിയായിട്ടുള്ളവൻ എന്താ, കോപം വന്നു കഴിഞ്ഞാൽ അതിനെ അടക്കി ശമിപ്പിക്കുന്നു. നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനമൊക്കെ വായിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ പിന്നെയും നമ്മൾ അതിനെപ്പറ്റി ധ്യാനിക്കണം. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ അത് നമ്മളെ ബലപ്പെടുത്തുന്നു. പാപം ചെയ്യാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനം നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ടാണ്. 119 സങ്കീർത്തനം 119:9 ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ തന്നെ. കാരണം വചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനത്തിന് വിരോധമായി നമ്മൾ സംസാരിക്കാൻ ഇടയാകത്തില്ല. കാരണം നമ്മൾ ദൈവവചനം നന്നായി അറിയുന്നെങ്കിൽ പലപ്പോഴും നമ്മൾ സംസാരിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ മിണ്ടാതിരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉപയോഗിക്കും. അപ്പം നമ്മുടെ നടപ്പിനെ നമ്മൾ ക്രമീകരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അടുത്തത് പ്രോവർബ്സ് 17:27-28 നമുക്കൊന്ന് വായിക്കാം. വാക്കടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. മിണ്ടാതിരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായും അതരമടച്ചുകൊണ്ടാൽ വിവേകിയായും എണ്ണും. അതുകൊണ്ട് പല സന്ദർഭങ്ങളിലും നമ്മൾ മറുപടി പറയേണ്ട സ്ഥാനത്ത് നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന എന്താണ്, മിണ്ടാതെ ഇരുന്നാൽ ഭോഷനെ പോലും ജ്ഞാനിയായിട്ട് കരുതുവന്നു.
പലപ്പോഴും നമ്മുടെ വാക്ക് നമ്മൾ പിന്നെ ശ്രദ്ധ കൂടാതെ സംസാരിക്കുന്ന വാക്കുകളാണ്, ഈ കോപത്തോടെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പലപ്പോഴും ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് കാരണം. ഇതൊക്കെ ഈ എഴുതി വച്ചിരിക്കുന്ന നമുക്ക് ബുദ്ധിയുപദേശത്തിന് വേണ്ടിയാണ്. നമ്മളാരും ചെറിയ കുട്ടികളൊന്നുമല്ല. പ്രായവും പക്വതയും വന്ന നമ്മൾ തന്നെ പലപ്പോഴും നമ്മുടെ വാക്കുകൾ, ഇൻക്ലൂഡിങ് എന്നെ കൂടെ ഉദ്ദേശിച്ചാണ് ഞാൻ ഈ പറയുന്നത്, മറ്റു മനുഷ്യരെ അല്ല. നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാഞ്ഞാല് അതിന്റെ വരുംവരാഴികകളൊക്കെ നമ്മൾ ജീവിതത്തിൽ സ്തോത്രം, സ്തോത്രം. അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. അപ്പൊ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പോലും തന്റെ ജീവിതത്തിൽ തനിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ടാണ് ഇതൊക്കെയും എഴുതി വച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രോവർബ്സ് 15-ന്റെ 1-ഉം 2-ഉം ഒന്ന് വായിക്കാം. പലപ്പോഴും മൃദുവായ ഈ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിന വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു. ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു, മൂഢന്മാരുടെ വായോ ഭോഷത്വം പൊഴിക്കുന്നു. ആ, അപ്പൊ നമ്മൾ ഏത് കാറ്റഗറിയിലുള്ളവരാണെന്ന് നമ്മളെ തന്നെ ഒന്ന് നമ്മൾ ചിന്തിക്കണം. മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന നാവ് ഉപയോഗിക്കുന്നവരാണോ, അതോ നമ്മുടെ കഠിന വാക്കും അവരെ കോപിപ്പിക്കുന്നതാണ്? ഇപ്പൊ ഈ കോപത്തോടെ വരുന്ന ഒരാളോട് നമ്മൾ മൃദുവായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അവന്റെ കോപം ശമിക്കുമെന്ന് ഇവിടെ ഒരു സൈക്കോളജിക്കൽ ഒരു ഫാക്റ്റാണ് ശലോമോൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കോപിച്ചിങ്ങോട്ട് വരുന്ന ഒരാളോട് നമ്മൾ കോപിച്ചു വരുന്ന ആളോട് കോപത്തോടെ സംസാരിക്കുമ്പോൾ അതിന് മൂർച്ച കൂടുകയും അത് പിന്നെ ഒരു വഴക്കിലൊക്കെ കലാശിക്കുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ ആകാൻ പാടില്ലെന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഏത് കാറ്റഗറിയിൽപ്പെട്ടവരാണെന്ന്. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവർ, സന്തോഷമായിട്ട് സംസാരിക്കുന്നവരാണോ, അതോ അവര് വരുന്ന ആ രീതിയിൽ തന്നെ സംസാരിക്കുന്നവരാണോ എന്ന്. ഇനി അടുത്തത് തന്നെ സദൃശവാക്യം 12-ന്റെ 18-ഉം 19-ഉമാണ് വായിക്കുന്നത്. വാളുകൊണ്ട് പ- കുത്തും പ- പോലെ മൂർച്ചയായിട്ട് സംസാരിക്കുന്നവരുണ്ടെന്ന്. വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട്, ജ്ഞാനികളുടെ നാവോ പ്രദം സുഖപ്രദം. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ ചിന്തിക്കണം, നാവ് കൊണ്ട് നമ്മൾ മുറിപ്പെടുത്തുന്നവരാണോ, അതോ മറ്റുള്ളവരെ നമ്മൾ സമാധാനത്തോടെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളിൽ അവർക്കൊരു സമാധാനം, സന്തോഷം കൊടുക്കുന്നവരാണോ നമ്മുടെ നാവ് കൊണ്ട്? പിന്നെ പിന്നെ പറയുന്നുണ്ട് തക്ക സമയത്ത് പറഞ്ഞ വാക്കിനെ പറ്റി. സദൃശവാക്യം 15-ന്റെ 23-ൽ പറയുന്നുണ്ട്, താൻ പറയുന്ന ഉത്തരം ഹേതുവായി മനുഷ്യന് സന്തോഷം വരും. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് എത്ര നല്ല. അതിനെ പറ്റി പറഞ്ഞിരിക്കുന്ന, തക്ക സമയത്ത് പറയുന്ന വാക്കിനെ പറ്റി പറയുന്നത് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. നാരങ്ങ പോലെ. തക്ക സമയത്ത്, അത് 25-ന്റെ 11. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. അതെ, അങ്ങനെ നമ്മുടെ നാക്കുകൊണ്ട് പറയുന്ന വാക്കുകളെ പറ്റിയാണ് വരുന്നത്. അത് പൊന്നാരങ്ങ, വെള്ളിത്താരത്തിൽ കൊണ്ടുവരുന്ന പൊന്നാരങ്ങ പോലെയാണ് നമ്മൾ തക്ക സമയത്ത് പറയുന്ന ഉത്തമമായിട്ടുള്ള വാക്കുകൾ. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 700 അധികം വാക്കുകൾ നമ്മൾ സംസാരിക്കുകയാണ്. ഞാൻ എണ്ണിയിട്ടൊന്നുമില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിലൊക്കെ കൂടുതൽ വാക്കുകൾ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ 7000 ഈ 10000 ഏഹ് 7000 14000 വാക്കുകളാണ് ഒരു ദിവസം. അപ്പം പുരുഷന്മാര് 7000, സഹോദരിമാര് 14000. ഇത്രയും വാക്കുകളൊക്കെ അതിൽ കൂടുതൽ സംസാരിക്കുന്നതാണ്. ചിലർ ഈ സംസാരപ്രിയരാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ ഈ നമ്മൾ സംസാരപ്രിയരായപ്പോൾ സംസാരിക്കുമ്പോൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം പറയും. അങ്ങനെ നമ്മൾ ഈ സംസാരപ്രിയരായിരിക്കാൻ പാടില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് അനുശാസിക്കുന്നത്. നമ്മൾ ഏത് കാറ്റഗറിയിലുള്ള എന്ന് നമ്മളെ തന്നെ നമ്മളൊന്ന് ചിന്തിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 6-ന്റെ 45-ല് വായിക്കാം. ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലോ വായു പ്രസ്താവിക്കുന്ന. കാരണം ഈ നമ്മുടെ ഹൃദയത്തിലുള്ള ഈ ഇതെല്ലാം അടക്കി എങ്ങനെയെങ്കിലും ഒരു മനുഷ്യന്റെ ക്യാരക്ടർ നമ്മൾ അവനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു പ്രയാസക സാഹചര്യത്തിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ അവന്റെ ക്യാരക്ടർ മനസ്സിലാക്കേണ്ടത്. ഒരു ദൈവവൈതൽ പറഞ്ഞതുപോലെ ദൈവത്തിന്റെ മകനാണെങ്കിൽ ദൈവത്തിന്റെ വിധത്തിലുള്ളത് സംസാരിക്കും. മനുഷ്യരുടെ ഇതാണെങ്കിൽ മനുഷ്യരെ പെട്ടെന്ന്
അവർ ഈവൻ ഭക്തനെന്ന് നിരൂപിക്കുന്നവർ പോലും അവരുടെ ക്യാരക്ടർ നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു പ്രതികൂല സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകണം. അപ്പോഴാണ് നമ്മുടെ സ്വഭാവത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. നമുക്ക് പ്രോവർബ്സ് 10:19 ഒന്ന് വായിക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു, വാക്കു പരിധിക്കാൽ ലംഘനമില്ലാതിരിക്കത്തില്ല. അപ്പൊ പ്രോവർബ്സ് 10:19 വാക്ക് വരികയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല, ആദരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. കണ്ടോ? അപ്പൊ പറഞ്ഞാൽ നമ്മൾ ഒത്തിരി സംസാരിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ചാണ് നമ്മൾ വേണ്ടതും വേണ്ടാത്തതും ഒക്കെ പറയാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ബുദ്ധിോപദേശം ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനമാണ് ദൈവമക്കളെ നമ്മളെ ജീവിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ ആ വചനം സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. പക്ഷെങ്കിൽ നമ്മൾ ഒരുപാട് സംസാരിക്കാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട്. പിന്നെ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം നമ്മൾ അതിൻ്റെ 1 മുതൽ 43 വരെയുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വായിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ലാസറിനെ ഉയർപ്പിച്ചതിൻ്റെ കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നു. നാവ് കൊണ്ടുണ്ട്, നാവിലുള്ള അധികാരത്തെ പറ്റിയാണ് പറഞ്ഞത്. കർത്താവ് നാവ് ഉപയോഗിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ 43-ാം വാക്യത്തില് യോഹന്നാന്റെ സുവിശേഷം 11:43 ഞാൻ പറയുന്നത്. അത് മൊത്തം പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക ഉറക്ക വിളിച്ചപ്പോൾ അവന്റെ സംസാരത്തില് നാവ് കൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ലാസറയെ പുറത്തു വരിക എന്നുള്ളത്. അപ്പൊ നമ്മുടെ നാവിന്മേല് എത്രമാത്രം അധികാരം ദൈവം തന്നിട്ടുണ്ടെന്നുള്ളത് ഇവിടെ നമുക്ക് മനസ്സിലാക്കണം. യാക്കോബിന്റെ ലേഖനം 3:1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിച്ചു മനസ്സിലാക്കണം. അത് വചനത്തില് ഇങ്ങനെ പറഞ്ഞിരിക്കുക, യാക്കോബിന്റെ ലേഖനത്തില് പറഞ്ഞിരിക്കുന്നത് നമുക്കൊന്ന് അതിനകത്ത് നമ്മൾ ഇതാണ് മനസ്സിലാക്കുന്നത്. അതിനെ നമ്മൾ ധ്യാനിക്കണം. ദൈവമക്കൾക്കെതിരായിട്ട് സംസാരിക്കാൻ, ദൈവദാസന്മാർക്കെതിരായിട്ട് സംസാരിക്കാനായിട്ട് നമ്മൾ നമ്മുടെ നാവിനെ വിട്ടുകൊടുക്കരുത്. നമ്മുടെ നാവിനെ നമ്മൾ ക്രമീകരിക്കുകയാണ്. ഈ നാവ് കൊണ്ട് പാപം ചെയ്യാതിരിക്കാനായിട്ട് വഴിയെ സൂക്ഷിക്കുമെന്ന് എന്തുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്? കാരണം നാവ് എടുത്ത് നമ്മൾ ശരിയായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ അത് നാവ് കൊണ്ട് പാപം ചെയ്യുമെന്നറിയാം. നാവ് കൊണ്ട് പാപം ചെയ്താൽ അതിന് പ്രത്യാഘാതമുണ്ട്. കാര്യം എന്താന്ന് ചോദിച്ചാൽ, ദൈവം മുഖാമുഖമായിട്ട് സംസാരിച്ചത് മോശ മാത്രമേ ഉള്ളൂ. ദൈവം സാക്ഷ്യപ്പെടുത്തിയ മനുഷ്യനാണ്. ദൈവം പറഞ്ഞ എന്താണ്? ഞാൻ ഒരു പ്രവാചകനോട് സംസാരിക്കുമ്പോൾ ദർശനത്തിൽ കൂടെ, സ്വപ്നത്തിൽ കൂടെയാണ് അരുളി ചെയ്യുന്നത്. എന്നാൽ മോശയുമായിട്ട് ഞാൻ മുഖാമുഖം സംസാരിച്ചു. ഒരുവൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മോശയോട് ദൈവം സംസാരിച്ചത്. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് വെള്ളം ലഭിക്കാതിരുന്ന അവസ്ഥയിൽ നമ്മൾ പുറപ്പാട് പുസ്തകം ഞാൻ എല്ലാം എടുത്ത് വായിക്കുന്നില്ല. പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, മോശയോട് പറഞ്ഞു, നീയും നിന്റെ സഹോദരനായ അഹരോനും സമുദ്രത്തെ വിഭാഗിച്ച ആ വടിയും കൂടെ, ദൈവത്തിന്റെ വടിയും കൂടെ എടുത്തുകൊണ്ട് പോയി അവിടെ പോയി നിന്നുകൊണ്ട് പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു, വെള്ളം തരുമെന്ന്. അപ്പൊ മോശയ്ക്ക് അത് കേട്ടിട്ട് എന്തുകൊണ്ടോ വിശ്വസിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടോ, അത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിക്കാഞ്ഞത് കൊണ്ടോ, മോശ അവിടെ ചെന്ന് നിന്നിട്ട് പാറ 2 പ്രാവശ്യം കോപത്തോടെ അടിച്ചു. മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞ് മോശ കൈ ഉയർത്തി വടികൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനം അവരുടെ കന്നുകാലികളും കുടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ട ജനം അവരുടെ കന്നുകാലികൾ കുടിച്ചു. എന്നാൽ ആ ഒരു വാക്കിന്റെ മുകളില്, മോശ ഉപയോഗിച്ച് ആ ഒരു വാക്കിന്റെ മുകളിലാണ് അവിടുന്ന് ഇസ്രായേൽ മക്കളെ ഇറക്കിക്കൊണ്ടുവന്നിട്ട് അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ കനാൻ ദേശത്തിലേക്ക് കടക്കാൻ കഴിയാതിരുന്നത്. ദൈവം അതിനെ അനുവദിച്ചില്ല. ദൈവമക്കളെ നമ്മൾ ചിന്തിക്കണം. മോശ എന്തെല്ലാം അത്ഭുതങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ വാക്ക് വിശ്വസിച്ച് ദൈവം 600,000 കൂട്ടത്തെ എല്ലാം ഒരുക്കിക്കൊണ്ടുവന്നു. എന്നാൽ മോശയുടെ ഒരു വാക്കിന്റെ പുറത്ത് ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്താഞ്ഞ്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മൾ എത്രമാത്രം സൂക്ഷിക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കും പ്രത്യാഘാതമുണ്ട്. ഇതിൻ്റെ ദൈവത്തിൻ്റെ വചനത്തിൽ ഏത് പറഞ്ഞാൽ ഒരുപാട് വാക്യങ്ങൾ വായിക്കാനുണ്ട്. ഞാനതിനെപ്പറ്റിയൊന്നും വായിക്കുന്നില്ല. എന്നാലും നമ്മൾക്ക് നമ്മുടെ വാക്കുകൾ നമ്മൾ
ആം, ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ, നമ്മുടെ നാവ് നമ്മൾ പാപം ചെയ്യാതിരിപ്പാൻ, ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ ബലപ്പെടുത്തുന്ന വാക്കുകൾ പറയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ ബലപ്പെടുത്താം. നമ്മൾ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായി സംസാരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ വചനം സൂക്ഷിച്ചു വെച്ചിട്ട് നമ്മുടെ വായിൽ കൂടെ, നമ്മുടെ നാവിൽ കൂടി ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അനേകരെ ബലപ്പെടുത്തുവാൻ നമ്മളെ ഓരോരുത്തരും ദൈവം ഉപയോഗിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.